ചാനൽ c&svlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആമസോണിലും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പിംഗ് നടത്തുന്നവരാണല്ലേ. അപ്പോൾ നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ അതിനും ഇതിനൊക്കെ ആയിട്ട് കുറേ കാശ് ചിലവാക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സ്പെൻസീവ് ലുക്കിംഗ് ആയിട്ടുള്ള എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ഒരു 3-4 എണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു കാർഡ്ബോർഡിൽ നിന്ന് ഇതുപോലെ ഒരു കുട്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബോർഡറിലായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അതുപോലെ ആ ഒരു ബോർഡറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ 4 സൈഡിലും നമ്മളതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ബോർഡറിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കളറാണ് എടുക്കുന്നത്. ബ്ലാക്ക് കളറും പിന്നെ ഒരു പേൾ കളറും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലാക്ക് കളർ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് ജസ്റ്റ് ആ ഒരു പേൾ കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിന് മുകളിലായിട്ട് ആ ഒരു പേൾ മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി. കാരണം എനിക്ക് ആ ഒരു പേൾ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നിയത് ആ ഒരു ബ്ലാക്ക് തന്നെ മതിയായിരുന്നു എന്നാണ്. കാരണം അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ അത്ര ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പേൾ കളറും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലീവ് സ്കെൽറ്റനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്കെൽറ്റൻ ലീവ്സ് മാത്രം മതി കേട്ടോ. ആദ്യം നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ 5 കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെയിൻബോ ഉണ്ടല്ലോ, ആ ഒരു കളർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. ആദ്യം നമ്മൾ ലീഫിൻ്റെ മുകളിലുള്ള കുറച്ച് ഭാഗത്തായിട്ട് ലെമൺ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഇനി അതിനടിയിലായിട്ട് ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റെഡ് കളറാണ് കൊടുക്കുന്നത്. അതിനടിയിലായിട്ട് ബ്ലൂ കളർ, പിന്നെ ലാസ്റ്റ് ഗ്രീൻ കളറും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. പിന്നെ എത്രത്തോളം കളേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എടുത്തോ. കാരണം കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ആ ഒരു മഴവില്ലിൻ്റെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പേപ്പറിൽ നിന്നായിട്ട് നമുക്ക് ലീഫ് സ്കെൽറ്റൻ ഇങ്ങോട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രെയിമിലായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു കുട്ടി കാർഡ്ബോർഡ് പീസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ലീഫ് വയ്ക്കാനായിട്ടുള്ള സ്പേസേ അതിലുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ലീഫ് തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സൈസ് കൂട്ടിയെടുക്കാം. എന്നിട്ട് 1, 2, 3 ലീവ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോഴും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ ക്യൂട്ടായിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് കേട്ടോ. ഇനി അടുത്ത ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ചുകൂടി വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. ഓയിൽ പേസ്റ്റൽസ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രോയിങ്ങോ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തായാലും ആ ഒരു പിക്ചർ എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചിലരെങ്കിലും നമ്മുടെ ഡ്രോയിങ്സ് ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുമല്ലേ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ 2 പേപ്പറൊക്കെ ഇങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രോയിങ്സ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രോയിങ്സോ പെയിൻറ്റിങ്സോ ഒക്കെ നമ്മുടെ വോളിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കില്ലേ. അതുപോലെ അതിങ്ങനെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു OHP ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറേ മുൻപ് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രോയിങ്ങിന് മുകളിലായിട്ട് ഈ ഒരു OHP ഷീറ്റ് കൂടി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു OHP ഷീറ്റും നമ്മൾ ഇതിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ബോർഡേഴ്സ് ഒന്ന് അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ കാർഡ്ബോർഡിനായിട്ട് ഇതുപോലെ കുട്ടി കുട്ടി പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ കട്ടിയുള്ള കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുറമേ നിന്നായിട്ട് നമുക്കിതുപോലെ ഒരു പീസ് ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ കിട്ടും കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ എല്ലാ കാർഡ്ബോർഡ് പീസിൽ നിന്നും ഇതുപോലെ ഒന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സൈഡിലായിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ 4 സൈഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനായിട്ട് ഒന്നുകൂടി ഒന്ന് മൊഞ്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വാൾ ഡെക്കറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു മയിൽപ്പീലി വേണം കേട്ടോ. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മയിൽപ്പീലി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിറയെ പൊടിയായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് തന്നതാണ്, എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഭാഗത്തൊക്കെ ചിലതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്നായിട്ട് നമുക്ക് ആ ഒരു ചെറിയ പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അതിൻ്റെ ആ ഒരു ബോർഡേഴ്സ് ഉണ്ടല്ലോ, അവിടെയായിട്ട് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ പുറമേ നിന്നായിട്ട് ആ ഒരു ഭാഗം പറിച്ച് മാറ്റി എന്നിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല. ആ ഒരു മയിൽപ്പീലി എടുക്കുക, കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക, എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ.
അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വാൾ ഡെക്കറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അതുപോലെ നമ്മുടെ വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അധികം ചിലവില്ലാതെ നമുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you for watching.